മക്കളാണ് പ്രധാന കഥാപാത്രങ്ങളെ അവതരിപ്പിക്കുന്നതെങ്കിലും തനിക്കാകാൻ സാധിക്കാത്തത് മക്കളിലൂടെ സാക്ഷാത്കരിക്കണമെന്ന് ആഗ്രഹിക്കുന്ന ഏതാനും അച്ഛന്മാരാണ് ഈ സിനിമയിലെ യഥാർത്ഥ കഥാപാത്രങ്ങൾ. ആ കഥാപാത്രങ്ങൾ അവതരിപ്പിച്ച അസീസ് നെടുമങ്ങാടും കോട്ടയം നസീറും നോബി മർക്കോസും അർഹിക്കുന്നുണ്ട് ഒന്നിലേറെ കയ്യടികൾ. ഇവർ മൂവരും ഈ സിനിമയിൽ അഭിനയിക്കുകയല്ല, ജീവിക്കുകയാണെന്ന് തോന്നും. തമാശയും ചിരിയും പൊട്ടിച്ചിരിയും തലതല്ലിച്ചിരിയുമുള്ള ആദ്യ പകുതിയും ഹൃദയം തൊടുന്ന സെന്റിമെന്റ്സും അതിലേറെ യാഥാർത്ഥ്യങ്ങളുമായി രണ്ടാം പകുതി വരുന്ന വാഴ സിനിമ എന്ന രീതിയിൽ പ്രേക്ഷകരെ ആകർഷിക്കുന്ന എല്ലാ ഘടകങ്ങളും ചേർത്ത് വെച്ചാണ് നിർമ്മിച്ചിരിക്കുന്നത്. അജോ, വിഷ്ണു, മൂസ, അബ്ദുൽ കലാം, വിവേകാനന്ദൻ എന്നിങ്ങനെ പല തലങ്ങളിലുള്ള കുട്ടികളും അവരുടെ കുടുംബങ്ങളും ഉള്ളതാണ് ഈ സിനിമ. ലോകത്ത് 3 തരത്തിലുള്ള കുട്ടികളാണ് ജനിക്കുന്നതെന്നാണ് സിനിമയുടെ തുടക്കത്തിൽ പറയുന്നത്. ആദ്യ വിഭാഗം നന്നായി പഠിച്ച് തങ്ങൾക്കിഷ്ടപ്പെട്ട ജോലിയിലെത്തുന്നവർ, രണ്ടാമത്തെ വിഭാഗം വീട്ടുകാർക്കായി പഠിച്ച് അവർ പറയുന്ന ജോലിയിലെത്തുന്നവർ. എന്നാൽ ഇതിൽ രണ്ടിലും പെടാത്തവരാണ് മൂന്നാമത്തെ വിഭാഗം. അവരെക്കുറിച്ചാണ് ഈ സിനിമ. ആർക്കു വേണ്ടിയും പഠിക്കുകയുമില്ല, എവിടെയും എത്തുകയുമില്ല. എന്തെങ്കിലും ചെയ്താൽ അതൊക്കെ പാളിപ്പോവുകയും ചെയ്യും. അവർ എല്ലാവരെയും പോലെ സ്കൂളിൽ പോകും, എല്ലാവരെയും പോലെ മാർക്കൊന്നും കിട്ടിയില്ലെങ്കിലും എങ്ങനെയെല്ലാമോ തപ്പിത്തളിഞ്ഞ് ഫീസും കൊടുത്ത് എഞ്ചിനീയറിംഗിന് ചേരും. അത് പിന്നെ സപ്ലിയും ബാക്ക് പേപ്പറുകളുമായി തുടരുകയും ചെയ്യും. പല ഏടാകൂടങ്ങളിൽ ചെന്നു ചാടുന്ന മക്കളെ എങ്ങനെയൊക്കെ നന്നാക്കാൻ നോക്കിയിട്ടും അവരതിലേക്ക് എത്താതായതോടെ രക്ഷിതാക്കൾ എഴുതി തള്ളുന്നിടത്തേക്ക് എത്തുന്നുണ്ട്. എന്നിട്ടും അവരെയുള്ളിൽ എവിടെയോ ഒളിപ്പിച്ചു വെച്ചൊരു സ്നേഹം ബാക്കിയുണ്ട്. മകനോട് കർശനമായി പെരുമാറുന്ന അച്ഛനാണ് കോട്ടയം നസീറിന്റെ കഥാപാത്രം. മകൻ ഒരിക്കലും തന്റെ സ്വപ്നങ്ങളിലേക്ക് എത്തിക്കില്ലെന്ന് തിരിച്ചറിയുന്നതോടെ വീടിനകത്ത് അയാൾ നടത്തുന്നൊരു പ്രകടനമുണ്ട്. തന്റെ കലി മുഴുവനും പ്രകടമാക്കുന്ന ആ ദൃശ്യം കാഴ്ചക്കാരന്റെ വീട്ടിനുള്ളിലാണ് നടക്കുന്നതെന്ന് ശരാശരി കുടുംബത്തിൽ നിന്നുമെത്തുന്ന ഏതൊരാൾക്കും തോന്നും. കോട്ടയം നസീറും സ്മിനോ സിജോയും ചേർന്നുള്ള രംഗം ഈ സിനിമയിൽ ഏറ്റവും ശക്തവും മനോഹരവുമായ കാഴ്ചകളിലൊന്നാണ്. രണ്ടാമത്തെ കാഴ്ച ആശുപത്രി വാർഡിന് പുറത്ത് അസീസ് നെടുമങ്ങാട് നടത്തുന്നതാണ്. മകന്റെ കൂട്ടുകാരന്റെ പിതാവ് നടത്തുന്ന കുറ്റപ്പെടുത്തലിൽ മകന് നേരെ ആക്രോശിച്ചെത്തുന്ന അസീസ് ആ സമയത്ത് യഥാർത്ഥത്തിൽ ജീവിക്കുകയാണെന്ന് തോന്നും. മറ്റൊരു രംഗത്തു കൂടി അസീസ് തന്റെ അഭിനയ പാടവം ഈ സിനിമയിൽ പ്രകടമാക്കുന്നുണ്ട്. ചർച്ചിലെ കല്യാണത്തിൽ പങ്കെടുക്കവേ തന്റെ മകൻ അപമാനിക്കപ്പെടുമ്പോൾ അയാളിലെ പിതാവ് ഉണരുന്നതും ഗ്രൂപ്പ് ഫോട്ടോ എടുക്കുമ്പോൾ അവനെ ചേർത്ത് പിടിക്കുന്നതും ആ സമയത്ത് അയാളുടെ മുഖഭാവവും ഏതൊരു കാഴ്ചക്കാരനിലും വല്ലാത്തൊരു അനുഭവം സമ്മാനിക്കും. അജോയുടെയും വിഷ്ണുവിന്റെയും പിതാക്കന്മാർക്ക് മക്കൾക്ക് മുമ്പിൽ കർക്കശക്കാരും പ്രശ്നക്കാരുമാണെങ്കിൽ മൂസയുടെ പിതാവ് അങ്ങനെയല്ല. അയാൾക്ക് തന്റെ മകൻ എന്താണെന്ന് കൃത്യമായി വിലയിരുത്തലുണ്ട്. അതുകൊണ്ട് തന്നെ അവന്റെ തോൽവികളൊന്നും അയാളെയോ കുടുംബത്തെയോ ബാധിക്കുന്നില്ല. മാത്രമല്ല അയാൾക്കൊരു പുതിയ വഴി വെട്ടിത്തുറക്കാൻ എല്ലാ സമയത്തും അവർ കൂടെ നിൽക്കാൻ ശ്രമിക്കുകയും ചെയ്യുന്നു. അച്ഛന്റെ കാർക്കശ്യം വഴിതെറ്റിക്കുന്ന മക്കൾ മാത്രമല്ല, ആ കാർക്കശ്യം കൊണ്ട് വഴി തുറന്നു കിട്ടിയ മകനുമുണ്ട് ഈ സിനിമയിൽ. ഇപ്പം നല്ല ജോലിയെ കിട്ടിയിട്ടും കുടുംബത്തിൽ പരാജയപ്പെട്ടു പോകുന്ന മക്കളും ഈ സിനിമയുടെ ഭാഗമാണ്. കുട്ടികളെക്കാൾ മാതാപിതാക്കൾക്കാണ് ഈ സിനിമ നല്ല സന്ദേശം സമ്മാനിക്കുന്നത്. അതുകൊണ്ട് തന്നെ കുട്ടികളെക്കാൾ രക്ഷിതാക്കളാണ് ഈ സിനിമ കാണേണ്ടത്. തെങ്ങ് പോലെ എല്ലാ ഭാഗവും ഉപയോഗപ്രദമായ സസ്യം കൂടിയാണ് വാഴ. വാഴനാര് കൊണ്ട് സാരി പോലും നെയ്തെടുക്കുന്ന സാങ്കേതിക വിദ്യയുള്ള ഈ കാലത്ത് മക്കളെയോ മറ്റുള്ളവരെയോ നോക്കി ഒന്നിനും കൊള്ളാത്ത വാഴ എന്ന് വിളിക്കാൻ തോന്നുന്നുണ്ടെങ്കിൽ ഇനിയെങ്കിലും ശ്രദ്ധിക്കണം. സോഷ്യൽ മീഡിയയിൽ ശ്രദ്ധേയരായ താരങ്ങളാണ് ഈ സിനിമയിൽ കുട്ടികളുടെ വേഷങ്ങൾ ചെയ്തിരിക്കുന്നത്. അരവിന്ദ് പുതുശ്ശേരിയുടെ ക്യാമറയും കണ്ണൻ മോഹന്റെ ചിത്ര സംയോജനവും മികവ് പുലർത്തുന്നുണ്ട്. ആനന്ദ് മേനോൻ തന്റെ ആദ്യ ചിത്രമായ ഗൗതമിന്റെ രഥത്തിൽ വളരെ വ്യത്യസ്തമായ പ്രമേയമാണ് കൈകാര്യം ചെയ്തത്. വാഴയാകട്ടെ മേക്കിംഗ് രീതി കൊണ്ട് വ്യത്യസ്തമാക്കിയിരിക്കുന്നു. ജയ 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 ഹേ, ഗുരുവായൂർ അമ്പലനടയിൽ എന്നീ സിനിമകളുടെ സംവിധായകനായ വിപിൻ ദാസിന്റെ മനോഹരമായ തിരക്കഥ ഈ സിനിമയുടെ ശക്തിയാണ്.